നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് നമ്മൾ ഇന്ന് ആദ്യം സംസാരിക്കുന്നത് മുസ്ലിം ലീഗിന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 3 സീറ്റ് വേണമെന്ന ആവശ്യം അവർ UDF നേതൃത്വത്തിന് മുൻപാകെ വെച്ചിരുന്നു. പക്ഷേ അത് അംഗീകരിക്കപ്പെട്ടില്ല. 2 സീറ്റിൽ പരിമിതപ്പെടണമെന്ന് ലീഗിനോട് പറയുകയും ലീഗിന് അത് ബോധ്യപ്പെടുകയും ചെയ്തു. ഇന്നിപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണമൊക്കെ അതാണ് വ്യക്തമാക്കുന്നത്. ഒരു പക്ഷേ രാജ്യസഭാ സീറ്റ് കൊടുത്തവരെ മാനേജ് ചെയ്യുന്നതിലേക്കുള്ള ആലോചനയിലേക്ക് UDF കടന്നേക്കും. അപ്പോൾ എല്ലാ തവണയും ലീഗ് ഇതുപോലെ 3 സീറ്റ് ആവശ്യപ്പെടുകയും 2ൽ പരിമിതപ്പെടുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അത് ആവർത്തിക്കുകയാണ്. അജിംസ് എന്താണ് തോന്നുന്നത്? തുടക്കത്തിൽ തന്നെ പലകൂടി നമ്മൾ ഈ വിഷയം സംസാരിക്കുകയും ലീഗ് 2ൽ തന്നെ പരിമിതപ്പെടേണ്ടി വരുമെന്ന അഭിപ്രായം പറയുകയും ചെയ്തിരുന്നു. ലീഗിനെ സംബന്ധിച്ച് ലീഗ് നേതൃത്വവും അത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. പക്ഷേ ലീഗിൻ്റെ ഇപ്പോഴത്തെ ഒരു ആഭ്യന്തര രാഷ്ട്രീയത്തിൽ, അണികളുടെ വികാരത്തിൽ ഇത് എല്ലാ തവണത്തെയും പോലെ വളരെ പെട്ടെന്ന് അവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാൻ കഴിയുന്ന ഒരു കാര്യമാണോ? ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ലീഗിനകത്ത് തന്നെയുള്ള സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുള്ള ഒരു മാർഗ്ഗമായിട്ട് മാത്രമാണ് ഈ 3ാം സീറ്റ് ലീഗ് ഔദ്യോഗികമായി ഉന്നയിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ അതിൽ എന്തെങ്കിലും തരത്തിൽ 3ാം സീറ്റ് നിർബന്ധമാണ് എന്ന തരത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥമായൊരു ശ്രമമോ അങ്ങനെ ഒരു സമ്മർദ്ദം UDF-ലോ ചെലുത്താൻ ലീഗ് പോലും ആഗ്രഹിക്കുന്നുണ്ടാകില്ല. അത് അകത്തു നിന്നുള്ളൊരു ആഭ്യന്തര സമ്മർദ്ദത്തെ അതിജീവിക്കാനുള്ളൊരു വഴിയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചും ഈ ആവശ്യം ന്യായമാണെന്ന് കോൺഗ്രസിന് അറിയാം. ലീഗ് അത് അർഹിക്കുന്നുണ്ട്, ലീഗിന് അതിന് അർഹതയുണ്ട് എന്നൊക്കെ അറിയാമെങ്കിൽ പോലും അത് സമ്മതിച്ചു കൊടുക്കാൻ കോൺഗ്രസിന് മുമ്പിലും ഒരുപാട് കടമ്പകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ കോൺഗ്രസിൻ്റെ തന്നെ ഒരു സീറ്റ് വിട്ടുപോകണം എന്നുള്ളതാണ്. അത് കോൺഗ്രസിനകത്ത് പ്രശ്നമുണ്ടാകും. മറ്റൊന്ന്, മുസ്ലിം ലീഗ് ഒരു പാർട്ടി എന്ന നിലയിൽ മുസ്ലിം ലീഗ് ക്യാറ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ മുസ്ലിം ലീഗ് റെപ്രസെൻ്റ് ചെയ്യുന്ന സമുദായത്തിന് അമിതമായ പ്രാതിനിധ്യം അല്ലെങ്കിൽ അമിതമായ പരിഗണന UDF-ൽ ലഭിക്കുന്നു എന്ന തരത്തിലുള്ള രാഷ്ട്രീയവും വർഗീയവുമായ പ്രചാരണങ്ങൾക്ക് അത് ഇടവയ്ക്കും. അത് കോൺഗ്രസ്സിന് വലിയ തോതിൽ ഡാമേജ് ഉണ്ടാക്കുമെന്ന് കോൺഗ്രസ്സുകാർ കരുതുന്നുണ്ട്. ഈ 2 പ്രശ്നങ്ങൾ കൊണ്ടാണ് കോൺഗ്രസും അതിനോട് ഒരു മെല്ലപ്പോക്ക് നയം അല്ലെങ്കിൽ ഒരു ലൂക്വാം മനോഭാവം പുലർത്തുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കുക എന്നുള്ളത് ഇപ്പോൾ നമുക്കറിയാം. ഇന്ത്യയിൽ മൊത്തം ഈ ന്യൂനപക്ഷ റെപ്രസെൻറ്റേഷൻ എടുത്താൽ അല്ലെങ്കിൽ മുസ്ലിം റെപ്രസെൻറ്റേഷൻ എടുത്താൽ വളരെ വളരെ മോശം അവസ്ഥയാണെന്നുള്ളത്. പ്രത്യേകിച്ചും ഭരണകക്ഷിയായ BJP ഒരൊറ്റ ജനപ്രതിനിധി ഞങ്ങൾക്ക് വേണ്ട എന്നൊരു നിലപാട്, അപ്രഖ്യാപിത നിലപാടുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ പോലും അവർ പ്രഖ്യാപിക്കാറില്ല. എസ്പെഷ്യലി ഈ മുസ്ലിം ഡോമിനേറ്റഡ് ആയിട്ടുള്ള മണ്ഡലങ്ങളിൽ പോലും അവർ മുസ്ലിം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാറില്ല. അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ബാധ്യത BJP ഇതര കക്ഷികൾക്കുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഏറ്റവും വലിയ BJPക്ക് എതിരെ നിൽക്കുന്ന കക്ഷി എന്ന നിലയിൽ കോൺഗ്രസ് പോലും അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്താറില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ അവസ്ഥ. അതിൻ്റെ അഖിലേന്ത്യാ തലത്തിൽ അതിനുള്ള കാരണം ഈ പറയുന്ന തരത്തിലുള്ള മുസ്ലിം വിരുദ്ധമായ വിദ്വേഷ പ്രചാരണത്തിൻ്റെയും മറ്റു ഫലമായി ഉണ്ടായിട്ടുള്ള പോളറൈസേഷൻ, അവിടെ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിനൊരു അവ്യക്തതയുണ്ട്. കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിൽ എല്ലാ കാലത്തും ഇത്തരത്തിൽ ജാതീയവും വർഗീയവും സാമുദായികവുമായ പ്രചാരണങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു കേരളത്തിൻ്റെ രാഷ്ട്രീയം നമുക്ക് കാണാം. അത് കേരള രൂപീകരണം മുതൽ ഇപ്പോൾ വരെ, ഏറ്റവും അവസാനം കഴിഞ്ഞ ഇലക്ഷൻ വരെ നമുക്കറിയാം, വിവിധ സമവാക്യങ്ങൾ, വർഗീയ സമവാക്യങ്ങൾ പരസ്യമായി പറയുന്നതിൽ മതേതര കക്ഷികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവർക്ക് പോലും ഒരു തരത്തിലുള്ള ഉളുപ്പും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ എന്താണ്, ആർക്കും ഒരു വിൻ വിൻ സിറ്റുവേഷൻ എന്നുള്ളതിൽ ഞങ്ങൾ ചോദിച്ചു, എന്നാൽ ഞങ്ങൾ അനുവദിച്ചില്ല. അങ്ങനെ 2 പേർക്കും കൂടി സഹായകരമായ ഒരു നിലപാടിലേക്ക് ഈ 3ാം സീറ്റ് ആവശ്യം പോവുകയാണെന്നാണ് നമുക്ക് തോന്നുന്നത്. ഓക്കെ, പ്രമോദ് സാർ എന്താണ് തോന്നുന്നത്? ശരിയാണ്, മുന്നണി സമവാക്യം, സിറ്റിംഗ് സീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവരുടെ അതിനകത്തെ സംഗതികൾ വെച്ചിട്ട് അവർ സീറ്റ് ഇപ്പോൾ കഴിയില്ല എന്ന് പറയുകയാണ്. പക്ഷെ എന്നാലും നേരത്തെ അജിംസ് ചൂണ്ടിക്കാണിച്ച പോലെ ഈ റെപ്രസെൻറ്റേഷൻ, പ്രാതിനിധ്യം, രാഷ്ട്രീയം എന്ന് പറയുന്ന സംഗതിയെ കോൺഗ്രസ്സിന് വിശദീകരിക്കേണ്ടി വരില്ലേ? അല്ല, കോൺഗ്രസ് ഇക്കാര്യത്തിൽ എടുക്കേണ്ടത് ഒരു പ്രോ ആക്റ്റീവായിട്ടുള്ള നിലപാടാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവരുടെ ആന്തരികമായി അവർക്ക് നേരിടാവുന്ന ചില ചോദ്യങ്ങൾ വന്നേക്കാം. ആ ചോദ്യങ്ങളുടെ ഉത്ഭവസ്ഥാനം എന്താണെന്നും നമുക്കറിയാം. അത് യഥാർത്ഥത്തിൽ കേരളത്തിൽ മുസ്ലിം വിഭാഗത്തിന് അമിതമായ പരിഗണന നൽകുന്നു എന്നൊരു വ്യാജ പ്രചാരണം സൃഷ്ടിക്കുക എന്നതാണ് അതിലൂടെ സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ മുസ്ലിം വിഭാഗത്തിന് ലഭിക്കേണ്ട പ്രാതിനിധ്യം ഇത്തരം കാര്യങ്ങളിൽ ലഭിക്കുന്നില്ല എന്നുള്ളത് വസ്തുതയുമാണ്. ഇപ്പോൾ ഈ 2 സീറ്റ് എന്നുള്ളതല്ലല്ലോ, നമുക്ക് തന്നെ അറിയാം, മുസ്ലിം ലീഗിൻ്റെ ഒരു സ്ട്രെങ്ത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാലും ആ സമുദായത്തിന് ലഭിക്കേണ്ട പ്രാതിനിധ്യ സ്വഭാവം വെച്ച് നോക്കിക്കഴിഞ്ഞാലും 2 അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത് മുസ്ലിം ലീഗ് ഇത് ആവശ്യപ്പെടുക മാത്രമല്ല, അത് നേടിയെടുക്കണം എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തമാണ് അവർക്കത് നൽകുക എന്നുള്ളത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വെച്ചാൽ ഇപ്പം നമ്മൾ കടന്നു പോകുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള അങ്ങേയറ്റം മുസ്ലിം വിരുദ്ധമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്ര പ്രചാരണം നടക്കുന്ന ഘട്ടത്തിൽ നമ്മളത് യഥാർത്ഥത്തിൽ മുസ്ലിം വിഭാഗത്തിൻ്റെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക, പാർലമെൻറ്റിൽ ഉൾപ്പെടെ ഉറപ്പുവരുത്തുക എന്നതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ അജിംസ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഇന്ത്യയിലെമ്പാടും നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം പ്രാതിനിധ്യം വളരെ ചുരുങ്ങി വരികയാണ്. ഏതാണ്ട് നമ്മൾ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. നമ്മൾ
പിന്നെ കോൺഗ്രസ് ഭരിച്ചിരുന്ന 65-78 കാലഘട്ടങ്ങളിലൊക്കെ ഒരു 8% ഒക്കെ മുസ്ലിം പ്രാതിനിധ്യം പാർലമെൻറ്റിൽ ഉണ്ടായി എന്നുള്ളതല്ലാതെ ഒരിക്കലും, അതായത് 5% നിന്ന് 10%-ലേക്ക് പിന്നെ 2000 ഒക്കെ ആകുമ്പോഴേക്കും 10%-ലേക്ക് അത് പിന്നെ മാറുകയും അതിൽ നിന്ന് ഏറ്റവും ഒടുവിൽ 10-16% വരെ മുസ്ലിം ജനസംഖ്യ വളരുകയും ചെയ്തു. 20 കോടി പിന്നെ മുസ്ലിങ്ങളുണ്ട് ഇന്ത്യയിൽ. പക്ഷെ അതിനനുസരിച്ചുള്ള പ്രാതിനിധ്യം ഇല്ല. പ്രത്യേകിച്ച് അതിൽ ഏറ്റവും പ്രധാനമായി അതിൽ ഒരു BJP കൈക്കൊണ്ട അല്ലെങ്കിൽ ഹിന്ദുത്വയുടെ വ്യാപനത്തിലൂടെ നിലവിൽ വന്ന ഒരു രാഷ്ട്രീയ അവസ്ഥയാണ് അതിന് ഏറ്റവും ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് ഏറ്റവും പ്രധാനമായ ഒരു കാര്യമെന്ന് പറയാം. അവർ 2014 തൊട്ട് മുസ്ലിം പ്രാതിനിധ്യം കുറച്ചു വന്നു. ഒരു 7 സീറ്റ്, പേരിന് 7 സ്ഥാനാർത്ഥികളെ BJP നിർത്തിയിരുന്നു. പിന്നെ വർഷം 2019 അത് തന്നെ ആവർത്തിച്ചു. അതിൽ 3 സ്ഥാനാർത്ഥികൾ പിന്നെ ജമ്മു ആൻഡ് കാശ്മീരിലാണ് എന്നത് മനസ്സിലാക്കുക. അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. മുസ്ലിം പ്രാതിനിധ്യം പാർലമെൻറ്റിൽ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിയിരുന്നത്. അത് ആ പാർട്ടി അതിൽ ശക്തമായി വിജയിച്ചു. കാരണം അവരുടെ ഭരണതലങ്ങളിൽ എവിടെയും ഒരു മുസ്ലിം സാന്നിധ്യം ഇല്ലാതാക്കാൻ അവർ ശ്രദ്ധിച്ചു. അത് വിജയിച്ചു. അവർക്ക് MP-മാരില്ല, അവർക്ക് MLA-മാരില്ല. 1000-ലധികം MLA-മാരിൽ BJPക്ക് ഒരൊറ്റ MLA പോലും മുസ്ലിം MLA ഇല്ല. അതുപോലെ തന്നെ മന്ത്രിമാരില്ല. ഇപ്പോൾ രാജ്യസഭയിൽ പോലും ഒരു MP ഇല്ല. ഏറ്റവും ഒടുവിൽ മുഖ്താർ അബ്ബാസ് നഖ്വി ആയിരുന്നു, അതും ഇല്ലാതായി. അപ്പോൾ ആ ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കെ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തമാണ് മുസ്ലിം പ്രാതിനിധ്യം പാർലമെൻറ്റിൽ വർദ്ധിപ്പിക്കുക എന്നത്. കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തമായി അവർ ഏറ്റെടുക്കേണ്ടതാണ്. ഈ മതനിരപേക്ഷ പിന്നെ നമ്മുടെ സെക്യുലർ ഫാബ്രിക് നിലനിൽക്കണമെങ്കിൽ അത് ആവശ്യമാണ്. അവർ ഏറ്റെടുക്കേണ്ടതാണ്. അതിൽ വരുന്ന ഇത്തരത്തിലുള്ള പിന്നെ തെറ്റായ ആരോപണങ്ങളെ ചെറുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി അവർ ഏറ്റെടുത്തുകൊണ്ട് അതാണ് ചെയ്യുന്നത്. കോൺഗ്രസിൻ്റെ തന്നെ സ്വന്തം സ്ഥാനാർത്ഥികളിൽ അവർ ഉൾപ്പെടുത്തട്ടെ. ആ സമുദായത്തിൻ്റെ ശബ്ദം ഉയർന്നു വരാനുള്ള ഒരു സാഹചര്യം അവർ തന്നെ ഉണ്ടാക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിൽ അപ്പോൾ UDF-നകത്തെ ആഭ്യന്തരമായ സമവാക്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇപ്പോഴത്തെ കാലത്തിൻ്റെ രാഷ്ട്രീയത്തെ അഡ്രസ്സ് ചെയ്യുമോ കോൺഗ്രസ് എന്നുള്ളത് ഉറ്റുനോക്കുന്ന ഒരു സംഗതിയാണ്.